അപ്പം ഞങ്ങൾ നിയമത്തിൻ്റെ ഇതാണ്ട് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ 30,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മുടെ ശ്രീലേഖ മാഡം നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ വട്ടിയൂർക്കാവിൽ വിജയിക്കും. ചേട്ടാ, നിങ്ങൾ കഴിഞ്ഞ ഭരണത്തിൽ നിങ്ങൾ തൃപ്തരായിരുന്നു? തീർച്ചയായിട്ടും തൃപ്തരല്ല. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു നീതിയും കൊടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറേ വിദ്യാഭ്യാസം നേടിയിട്ട് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ ഉള്ളൂ. പിന്നെ ക്ഷേത്രങ്ങളിൽ തന്നെ കൈയിട്ട് വാരലാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാമെന്നുള്ള എല്ലാ ദിവസങ്ങളും നടക്കുന്നതായിരുന്നാലും ഈ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകൾ ഇപ്പം വളരെയധികം പുരോഗമിച്ചു, പക്ഷേ കേരളം താഴോട്ടാണ് പോകുന്നത്. ഇവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയിലേക്കുള്ളതല്ല നോക്കുന്നത്. ഇവരുടെ പോക്കറ്റ് നിറയ്ക്കുക, അതായത് ഭരണപക്ഷത്ത് ആരാണോ ഇരിക്കുന്നത് അവരുടെ പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഭാവിയുടെ ഒരു വാഗ്ദാനം ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. ഇനിയിപ്പോ എല്ലാ മൂന്ന് മുന്നണികളും നല്ല കട്ടയ്ക്ക് മത്സരരംഗത്തിറങ്ങാണ്. BJP വരുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും BJP നല്ലൊരു കോമ്പറ്റീഷൻ ഇവിടെ കാഴ്ചവെക്കും. ഒരു 4-5 സീറ്റ് നമ്മൾ നേടിയെടുക്കും. അടുത്ത ഒരു ഇലക്ഷനിൽ നമ്മൾ BJP തന്നെ കേരളം ഭരിക്കുകയും ചെയ്യും. BJP ഇനിയിപ്പോൾ ഏകദേശം എല്ലാ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോ മണ്ഡലത്തിൽ ഓരോ ആൾക്കാരൊക്കെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്നത് എല്ലാ നല്ല കേപ്പബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല ഫൈറ്റിംഗ് എതിർ കക്ഷികൾക്ക് കൊടുക്കുകയും ചെയ്യും. ഈസിയായിട്ട് മറ്റവർ ജയിച്ചു പോകില്ല എന്തായാലും. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ 2 മുന്നണിയായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ, ജനങ്ങൾ കാണുന്നുള്ളൂ. ഇന്ത്യ സഖ്യവും BJPയും രണ്ടായിട്ടേ കാണുന്നുള്ളൂ. അതിൽ ഇവിടെ ഇപ്പം ഞങ്ങൾ നിയമത്തിൻ്റെ ഇതാണ്ട് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ 30,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മുടെ ശ്രീലേഖ മാഡം നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ വട്ടിയൂർക്കാവിൽ വിജയിക്കും. മറ്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾ ഓട്ടോറിക്ഷയാണ് ഓടുന്നത്. ഞങ്ങളുടെ ഇതിൽ കയറുന്ന ജനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ജനങ്ങളെല്ലാം ഇപ്പം BJPയെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്, വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുമ്പോഴറിയാം, ഏകദേശം ഒരു 15ഓളം സീറ്റുകൾ ഇപ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളറിയാൻ കഴിയാതെ ഇൻ്റലിജൻസ് മറ്റുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അത് കൂടാനേ സാധ്യതയുള്ളൂ. BJP ആയിരിക്കും കേരളം ഇനി ആര് ഭരിക്കും എന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങളിപ്പോൾ തറപ്പിച്ച് പറയുന്നുണ്ട് BJP തന്നെ വരും. അതിപ്പോൾ 10 വർഷത്തെ CPMന്റെ ഭരണം കൊണ്ട് മടുത്തിട്ടാണോ? ഭരണം കൊണ്ട് മടുത്തിട്ട് തന്നെ ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പം തന്നെ നമുക്കറിയാം. അതുപോലെ ഇപ്പം തന്നെ 2 ദിവസം മുമ്പ് ഒരു വലിയൊരു ഗുണ്ടാ നേതാവിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ കൂടെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇവിടെ പിടിച്ചു പറയും. ആൾക്കാരെ റോഡിൽ നടക്കാൻ പറ്റുന്നില്ല, പട്ടിശല്യം, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾക്ക് ഇപ്പം നമ്മളൊരു ഏക പ്രതീക്ഷ BJP ആണ്. ഭരണം മാറി വരണം. BJP കയറിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എന്നാലേ ഈ നാട് നന്നാവുള്ളൂ. എന്തൊക്കെ പ്രതീക്ഷയാണ് BJPയിലുള്ളത്? ഇപ്പം വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ. എന്നാലേ ആൾക്കാർ പ്രതീക്ഷ അർപ്പിച്ച് വരുള്ളൂ. CPM ഭരണത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടി? 10 വർഷം ഭരിച്ചിട്ട് എന്തൊക്കെ കിട്ടി? ഒന്നും കിട്ടിയില്ല. അവർ ഈ പാർട്ടി അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിക്കാർക്കേ പോവുള്ളൂ. പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിരിക്കും, പണക്കാരനെന്നും പണക്കാരനായിട്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ പോക്ക്. അവരുടെ പോക്ക്, ഇപ്പോഴത്തെ പോക്ക് അതാണ്. ഈ നാടിൻ്റെ പോക്കേ അതാണ്. അപ്പം പുതിയ BJP ഭരണം വന്നു കഴിഞ്ഞാൽ പുതിയ കാഴ്ചപ്പാട് വരും. വീടില്ലാത്തവർക്ക് വീട് വരും, അങ്ങനെ കുറേ സൗകര്യങ്ങൾ വരും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ചേട്ടൻ എന്താണ് പറയുള്ളത്? ഇത്ര നാളത്തെ 10 വർഷത്തെ CPM ഭരണത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ഭരണം പിന്നെ തുടർച്ചയായിട്ടുള്ള ഭരണം ബുദ്ധിമുട്ടി തന്നെ. അത് പറഞ്ഞുള്ള സാധനങ്ങളെ വിലക്കയറ്റവും, പിന്നെ ഒരു അച്ചടക്കമില്ലായ്മയും, ഗുണ്ടായുസവും, മറ്റത് മറിച്ചൊക്കെ ഒരുപാട് സ്ത്രീ സുരക്ഷ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അഴിമതി എല്ലാം അഴിമതിയില്ലേ, എല്ലാത്തിനും അഴിമതിയാണ്. BJP വന്ന ഒരു മാറ്റം ഉണ്ടാവുമെന്ന് മാറ്റം അനിവാര്യമാണ്. എന്തായാലും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ ഒരു അഴിമതി ഒരു മന്ത്രിമാരെ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു മന്ത്രിമാരെ മാഡത്തിനറിയാലോ, മാഡം പത്രപ്രവർത്തകയല്ലേ.
പ്രധാനമന്ത്രി വന്നതിന് ശേഷം അവിടെ ഒരു അഴിമതിയും ഒരു മന്ത്രിമാരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ കേരളത്തിലതല്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങാനുള്ളത്. ഇന്ന് വാങ്ങുന്ന സാധനം നാളെ വാങ്ങുമ്പോൾ അത് ഒന്ന് അല്ലെങ്കിൽ 2 രൂപ കൂടും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്. മാറ്റം വന്നാലേ ജനങ്ങളത് ഉൾക്കൊള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. BJP ഒരു 2 ടേൺ കൂടി കഴിഞ്ഞാൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരും. ഇപ്പോൾ അവർ നല്ലൊരു സീറ്റ് പിടിക്കാനാണ് ചാൻസ്. കാര്യം അത്രയ്ക്ക് ജനങ്ങൾ ഇടതും വലതും ജനങ്ങൾ മടുത്തു. ഒരുപാട് ആൾക്കാർ നമ്മൾ പറയും പോലെ തന്നെ ഇഷ്ടം പോലെ ഒരു കാര്യം നമ്മൾ ഓട്ടോറിക്ഷ ഓടുന്നതാണ്. പലരും പല രീതിയിലും വണ്ടിയിലും സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് എതിരായിട്ട് തന്നെ കൂടുതലും സംസാരിക്കുന്നത്, അനുകൂലമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് പ്രതികൂലമായിട്ട്. എന്തായാലും കൂടുതൽ ആൾക്കാരും ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഒന്ന് കണ്ടക്ടർ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ. ഇവരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയാൻ പറ്റില്ല. നമ്മൾ ഡ്രൈവർ ഇരിക്കുന്നത് പോലും ഇവർക്ക് ചിന്തയില്ല, ബാക്കിൽ ഇരിക്കുന്നവർ. അതാണ് ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥ. മാറ്റം അനിവാര്യമാണ്. മാറ്റം വന്നാലേ പറ്റുള്ളൂ. എല്ലാ പ്രാവശ്യവും ഒരാളിനെ ഭരിക്കണമെന്നില്ലല്ലോ. ഇപ്പോഴും 2ാം പിണറായി സർക്കാർ വേണ്ടായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. കാര്യം മാറിയാണല്ലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം പോയി. ഇനി ആര് വരുമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കാനൊരു മാറ്റം അനിവാര്യമാണ്. അത് വന്നേ പറ്റൂ.